രേഷ്മാസ് കിച്ചൻ്റെ പുതിയ വീഡിയോയിലോട്ട് ഏവർക്കും സ്വാഗതം. ഞാനിന്ന് വന്നിട്ടുള്ളത് അടിപൊളി ഒരു ബീഫ് കറിയുടെ റെസിപ്പിയുമായിട്ടാണ്. അത് കുക്കറിൽ തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. ഉള്ളിയൊക്കെ വഴറ്റി നമുക്ക് ടൈമൊന്നും വെറുതെ കളയണ്ട, കുക്കറിൽ തന്നെ എല്ലാം ചെയ്ത് എളുപ്പത്തിൽ തന്നെ അടിപൊളിയായിട്ട് തയ്യാറാക്കാം. അതിനായി ഞാനിവിടെ 1 കിലോ ബീഫാണ് എടുത്തിരിക്കുന്നത്. നല്ല കഴുകി വൃത്തിയാക്കിയ ബീഫിലോട്ട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ പെരിഞ്ജീരകപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ 1 ടീസ്പൂൺ ഉപ്പും കൂടിയും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമുക്ക് മാറ്റി വയ്ക്കാം. ഈ സമയം നമുക്ക് ഉള്ളിയൊക്കെ അരിഞ്ഞിട്ട് വരാം. അങ്ങനെ ഞാൻ ഉള്ളിയെല്ലാം അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഈ സമയത്ത് ഞാൻ കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് ചതച്ചത് നമുക്ക് ചേർത്ത് കൊടുക്കാം. അവയുടെ പച്ചമണം മാറിയതിന് ശേഷം ഒരു 3 മീഡിയം സൈസ് സവാള നീളത്തിൽ അരിഞ്ഞും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അത് പെട്ടെന്ന് വേവാൻ ആവശ്യമായിട്ട് ഞാൻ 1 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഏകദേശം ഒരു 5 മിനിറ്റ് കഴിഞ്ഞ ശേഷം ഞാനത് കുറച്ച് തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കുകയാണ്. ഏകദേശം ഒരു 1/4 കപ്പ് തേങ്ങാക്കൊത്താണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. കൂട്ടത്തിൽ കുറച്ച് കറിവേപ്പിലയും കൂടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇവ ഒന്ന് വാടുന്ന വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഉള്ളി ഒന്ന് വാടി കിട്ടിയാൽ മാത്രം മതി, അല്ലാതെ നന്നായിട്ട് കളർ ചേഞ്ച് ആവണമെന്നൊന്നുമില്ല. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ മീറ്റ് മസാലയാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി ഇവയെല്ലാം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അതിൻ്റെ പച്ചമണം മാറിയതിന് ശേഷം ഞാൻ 1 തക്കാളി മിക്സിയിലിട്ടൊന്ന് അടിച്ച് ജ്യൂസാക്കിയിട്ടുണ്ട്. അതും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കറിക്ക് കുറച്ച് കൊഴുപ്പുണ്ടാവും. അതിൻ്റെ പച്ചമണം എല്ലാം മാറിയതിന് ശേഷം നമുക്ക് ബീഫ് ചേർത്ത് കൊടുക്കാം. ഇനി ഇവ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഞാൻ ഇതിലേക്ക് ഒരു 1/2 ഗ്ലാസ് വെള്ളമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി വെന്ത് വരുമ്പോൾ തന്നെ നമ്മുടെ ബീഫിൽ നിന്ന് ഒരുപാട് വെള്ളം ഇറങ്ങും. അതുകൊണ്ട് ഞാനിപ്പോൾ 1/2 ഗ്ലാസ് വെള്ളം മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. ഇനി നമുക്ക് അടച്ച് വെച്ച് വേവിക്കാം. ഒരു 8 വിസിലിന് ശേഷം ഞാൻ തുറന്നു കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ബീഫെല്ലാം ഇവിടെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഞാൻ സ്റ്റൗ വീണ്ടും ഓണാക്കിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, ഫ്രഷായിട്ട് പൊടിച്ചെടുത്ത ഗരം മസാലയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. പിന്നെ 1 ടീസ്പൂൺ ഉപ്പും കൂടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നീട് കുറച്ച് കറിവേപ്പിലയും കൂടിയും ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കിയെടുക്കാം. എനിക്ക് കുറച്ച് ചാറ് കുറച്ച് കൂടുതലാണ്. ഞാൻ ഇത്രയ്ക്കും ലൂസായിട്ട് വേണ്ട, ഞാൻ കുറച്ചും കൂടി ഒന്ന് വറ്റിച്ചെടുക്കുകയാണ്. അപ്പോൾ അല്പം കൂടി ഞാൻ തിളപ്പിച്ചെടുത്ത് നമ്മുടെ ചാറൊക്കെ കുറച്ചും കൂടി കുറുകി വന്നിട്ടുണ്ട്. എനിക്ക് ഈ ഒരു പരുവത്തിലാണ് ആവശ്യം. അപ്പോൾ നമ്മുടെ ബീഫ് കറി എല്ലാം ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നല്ല സിമ്പിളായിട്ട് എളുപ്പത്തിൽ തന്നെ കുക്കറിൽ തന്നെ നമുക്ക് തയ്യാറാക്കാം. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയെന്ന അഭിപ്രായം എല്ലാം പറയണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അടുത്ത വീഡിയോ വരുമ്പോൾ കാണാം. താങ്ക് യു.